എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് മനസ്സിലാക്കുന്നു എന്നല്ലേ ചോദിച്ചത്. മാർക്കറ്റ് അതിനുശേഷം ഏകദേശം 140% ആണ് ആ പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയത്. സോ ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലെവലിൽ ഡിഫെൻഡ് ചെയ്യുവാണ്. അവർക്ക് ഇതിന്റെ താഴോട്ട് പ്രൈസ് വിടാൻ താല്പര്യമില്ല. ദേ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് എ ബാർഗെയിൻ ഹിയർ. ഈ ഒരു ക്യാൻഡില് അതായത് 451 ഇരുന്ന പ്രൈസ് 463 വരെ പോയെങ്കിൽ ഡു യു തിങ്ക് നമ്മുടെ റീറ്റെയിൽ വന്ന് മേടിച്ചത് കൊണ്ടാണ് പ്രൈസ് ഇത്രയും മൂവ് ആയെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും റീറ്റെയിലിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. സോ ഇതാണ് ഒരു പ്രസൻസ്. അതായത് മാത്രമല്ല വോളിയം ഒക്കെ നോക്കി കഴിഞ്ഞാൽ എത്രയോ മില്യൺ കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട്സ് എന്ന് എത്ര കോടി അവിടെ അന്നത്തെ ദിവസം ഫ്ലോ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിലോട്ട്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ആണ് എന്നത്. ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് മനസ്സിലാക്കുന്നു എന്നല്ലേ ചോദിച്ചത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് വോളിയം ആൻഡ് പ്രൈസിന്റെ മൂവ്മെന്റ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂജ് വോളിയം ഉണ്ട്. മാത്രമല്ല പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത് ഏകദേശം 331 നിന്നിട്ട് 35 പോയിന്റ്സ്, 10% ആ സ്റ്റോക്കിൽ അത്രയും കോടി ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് മുകളിലോട്ട് മൂവ് ആവുന്നുള്ളൂ. അപ്പം അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് തന്നെയാണ്. അദാനിയുടെ ചാർട്ടില് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നല്ലോ, ഡൗൺ ട്രെൻഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ഏകദേശം ഒരു ബുള്ളിഷ് പിൻബാർ എന്ന് പറയും. അപ്പൊ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് റിവേഴ്സൽ. അത് മാത്രമല്ല ഈ ക്യാൻഡിലെ വോളിംഗ് ഉണ്ടോ, ഇത്രയും നേരം ഉണ്ടായിരുന്ന സെല്ലിങ്ങിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഹൈ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ചെയ്ത് ഈ സ്റ്റോക്കിനെ ഈ പ്രൈസിൽ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് എക്സാക്ട്ലി ഈ ലെവലിൽ വന്നപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഞാൻ ഓൾറെഡി അന്നത്തെ ആ കഴിഞ്ഞ ബാച്ചിന്റെ കൂടെ ഇരുന്ന് അനലൈസ് ചെയ്തതാണ് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ്. ഈ ക്യാൻഡിലിനെ വിളിക്കുന്ന ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയും. ആ പാറ്റേൺ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. വന്ന സമയത്ത് അപ്പോഴും വോളിംഗ് കണ്ടോ. സോ ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലെവലിൽ ഡിഫെൻഡ് ചെയ്യുവാണ്. അവർക്ക് ഇതിന്റെ താഴോട്ട് പ്രൈസ് വിടാൻ താല്പര്യമില്ല. ദേ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് എ ബാർഗെയിൻ ഹിയർ. അപ്പോൾ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ബേസിസ് ഓഫ് ഈ ഒരു പ്രൈസ് പോയിന്റ്സ്, ഇതൊരു ഡബിൾ ബോട്ടം, മൾട്ടിപ്പിൾ പ്രൈസ് പോയിന്റ്സ് ഉണ്ട് ഇവിടെ. മാർക്കറ്റ് അതിനുശേഷം ഏകദേശം 140% ആണ് ആ പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയത്. അപ്പം ഇത് സ്വാഭാവികമായും റീറ്റെയിലിന്റെ പരിപാടിയല്ല.